മദ്യവിപണിയെ അടിമുടി പ്രതിസന്ധിയിലാക്കി സംസ്ഥാനത്തെ വിദേശ മദ്യ ഗോഡൌണുകളിൽ സെർവർ തകരാർ മൂലം വിതരണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. സംസ്ഥാന ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം എത്തിക്കുന്ന ഒരു മേഖലയിൽ കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന ഈ സാങ്കേതിക തടസ്സം വൻ സാമ്പത്തിക ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബിവറേജ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡ് എന്നിവയുടെ വിൽപ്പനശാലകളിലേക്കും സംസ്ഥാനത്തെ നൂറുകണക്കിന് ബാറുകളിലേക്കും മദ്യം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്നും തുടരുകയാണ്. ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങൾക്കായി വിപണി ഉണർന്നു തുടങ്ങുന്ന ഈ സമയത്തുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയിൽ കോടികളുടെ നഷ്ടമാണ് ഓരോ മണിക്കൂറിലും രേഖപ്പെടുത്തുന്നത്. ഇന്ന് വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ടും ബില്ലിംഗ് സംവിധാനം പുനഃസ്ഥാപിക്കാനായില്ല എന്നാണ് ഗോഡൌണുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശ കണക്കുകൾ പ്രകാരം ഇന്ന് മാത്രം 50 കോടി രൂപയിലധികം നികുതി വരുമാനവും വിറ്റുവരവുമാണ് സർക്കാരിന് നഷ്ടമായിരിക്കുന്നത്. മദ്യവിതരണത്തിനുള്ള ബില്ലിംഗ് പ്രക്രിയ പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലായതിനാൽ സെർവർ പ്രവർത്തനരഹിതമായതോടെ ഒരു തുള്ളി മദ്യം പോലും വെയർഹൌസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മദ്യനിർമ്മാണ യൂണിറ്റുകളിൽ നിന്നും ഡിസ്റ്റിലറികളിൽ നിന്നും മദ്യം കയറ്റി വന്ന വാഹനങ്ങൾ ഗോഡൌണുകൾക്ക് മുന്നിൽ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ബിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയാത്തതിനാൽ ലോഡ് ഇറക്കാനോ പകരം സ്റ്റോക്ക് കൊണ്ടുപോകാനോ സാധിക്കുന്നില്ല. ഇത് ഗോഡൌണുകൾക്ക് മുന്നിൽ കിലോമീറ്ററോളം നീളുന്ന വലിയ ഗതാഗത കുരുക്കിനും ലോറി തൊഴിലാളികളുടെ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. വിതരണ ശൃംഖല തടസ്സപ്പെടുത്തിയതോടെ പല ബാറുകളിലും ഔട്ട്ലെറ്റുകളിലും മദ്യത്തിന് ക്ഷാമം അനുഭവപ്പെട്ടും തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിമാൻഡ് കൂടുതലുള്ള പ്രമുഖ ബ്രാൻഡുകൾ പലയിടത്തും സ്റ്റോക്ക് തീർന്ന അവസ്ഥയിലാണ്. കൊച്ചി ആസ്ഥാനമുള്ള കേരള സ്റ്റേറ്റ് വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകളെയാണ് ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് മാത്രം 100-ലധികം ബാറുകളിലേക്കും 8 പ്രധാന ബിവറേജ് ഔട്ട്ലെറ്റുകളിലേക്കുമാണ് മദ്യവിതരണം ചെയ്യുന്നത്. ബില്ലിംഗ് സ്തംഭിച്ചതോടെ ഈ ഒരു വെയർഹൌസിൽ മാത്രം ഏകദേശം 10 കോടി രൂപയുടെ മദ്യമാണ് കെട്ടിക്കിടക്കുന്നത്. സാധാരണ നിലയിൽ ഈ ദിവസങ്ങളിൽ നടക്കേണ്ട വിൽപ്പനയുടെ പകുതി പോലും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാത്തത് ബാർ ഉടമകളെയും വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പുതുവർഷ സീസൺ ആയതിനാൽ വലിയ തുക മുൻകൂട്ടി നൽകി സ്റ്റോക്കിനായി ഓർഡർ നൽകിയവരാണ് പലവരും. എന്നാൽ പണം നൽകിയിട്ടും മദ്യം ലഭിക്കാത്തത് ഇവരുടെ ബിസിനസിനെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ IT കമ്പനിയാണ് ബെബ്കോയുടെയും വെയർഹൌസുകളുടെയും ബില്ലിംഗ് സോഫ്റ്റ്വെയർ നിയന്ത്രിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കമ്പനിയിലെ വിദഗ്ധർ ശ്രമിക്കുന്നുണ്ടെങ്കിലും 3 ദിവസം കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടാത്തത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്ന ആരോപണം ശക്തമാണ്. ഇത്രയും വലിയ വരുമാനം ലഭിക്കുന്ന ഒരു മേഖലയിൽ ഒരു ബാക്കപ്പ് സംവിധാനം പോലും അല്ലാതെ സോഫ്റ്റ്വെയറിനെ മാത്രം ആശ്രയിച്ചാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും തൊഴിലാളി സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു. സെർവർ ഡൗൺ ആയതോടെ ജീവനക്കാർക്ക് ലോഗിൻ ചെയ്യാനോ ഇൻവെന്ററി മാനേജ് ചെയ്യാനോ സാധിക്കുന്നില്ല. മാനുവൽ ബില്ലിംഗ് നിയമപരമായി അനുവദിക്കാത്തതിനാൽ ഉദ്യോഗസ്ഥരും നിസ്സഹായാവസ്ഥയിലാണ്. മദ്യവിതരണത്തിന്റെ ഈ തടസ്സം സർക്കാരിന്റെ വാർഷിക വരുമാന ലക്ഷ്യങ്ങളെയും ബാധിച്ചേക്കും. ക്രിസ്മസ് കാലത്തെ കച്ചവടം ലക്ഷ്യമിട്ട് വൻതോതിൽ സ്റ്റോക്ക് എത്തിക്കേണ്ട സമയത്താണ് ഈ സ്തംഭനം ഉണ്ടായിരിക്കുന്നത്.